കോൺഗ്രസ് പാർട്ടിക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളിലായി ബി.ജെ.പി. പടച്ചുവിടുന്ന ആരോപണങ്ങളിലൊന്നാണ് കുടുംബാധിപത്യം. നെഹ്റു കുടുംബമാണ് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതെന്നും കുടുംബാധിപത്യമാണ് പാർട്ടിയുടെ ശാപമെന്നുമെല്ലാം ബി.ജെ.പി. കുറേ കാലമായി ഇങ്ങനെ ആരോപിക്കുകയാണ്. ഇതിനിടയിലാണ് എ.ഐ.സി.സി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി സോണിയാഗാന്ധി പകരം നിയോഗിച്ചത് മല്ലികാർജുൻ ഖർഗെ എന്ന ഒരു ദളിത് നേതാവിനെയാണ്. കുടുംബാധിപത്യമെന്ന ബി.ജെ.പി. ആരോപണം പൊളിച്ചെഴുതിയതാണ് കോൺഗ്രസിൻ്റെ തലപ്പത്ത് മറ്റൊരു നേതാവെത്തിയത്. പിന്നാലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയുമെല്ലാം ബി.ജെ.പിയുടെ വായ അടപ്പിച്ചിരിക്കുന്നു. റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്നാണ് ബി.ജെ.പി. കണക്ക് കൂട്ടിയത്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കുടുംബാധിപത്യമെന്ന ആരോപണം ഉയർത്തിവിട്ട് കോൺഗ്രസിനെ പൂട്ടാമെന്നൊരു കണക്കുകൂട്ടലാണ് ബി.ജെ.പി. നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രിയങ്കയോ ഭർത്താവ് റോബർട്ട് വദ്രയോ മത്സരിക്കാൻ റായ്ബറേലിയിൽ എത്തിയില്ല. ഇതോടെ ബി.ജെ.പിയുടെ ആക്രമണ തന്ത്രമാണ് പാളിയത്. എന്നാലും വിടാൻ കൂട്ടാക്കാതെ മറ്റൊരു ആരോപണമാണ് ഇപ്പോൾ ബി.ജെ.പി. പടച്ചുവിടുന്നത്. റായ്ബറേലിയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ ചുവടുമാറ്റമാണ് രാഷ്ട്രീയ ആക്രമണത്തിനുള്ള പുത്തൻ തുറുപ്പുചീട്ടായി ബി.ജെ.പി. കണ്ടെത്തിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഐ.ടി. സെൽ വിഭാഗം തലവൻ അമിത് മാളവ്യ കോൺഗ്രസിനുള്ളിൽ പ്രിയങ്കാ ഗാന്ധി തഴയപ്പെടുന്നു, പാർട്ടി പിളരും എന്നിങ്ങനെയൊക്കെയുള്ള കഥകൾക്ക് സൈബർ ഇടത്തിൽ പ്രമോഷൻ നൽകാനാണ് അനുയായികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ക്യാമ്പ് പ്രിയങ്കയെയും റോബർട്ട് വദ്രയെയും പാർശ്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് പിന്നാലെ അമിത് മാളവ്യയും കോൺഗ്രസിൽ തമ്മിൽ തല്ലാണെന്നൊരു കണ്ടുപിടുത്തത്തിലാണ് എത്തിയിരിക്കുന്നത്. വേറെ പണിയില്ല ഇവർക്ക്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപവുമായി ആദ്യം രംഗത്ത് വന്നത്. സഹോദരി പ്രിയങ്കയെ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ അനുവദിക്കാതെ തടയുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് പ്രധാനമന്ത്രിയുടെ ആക്ഷേപം ബി.ജെ.പി. ഐ.ടി. സെൽ ഏറ്റെടുത്തു എന്നത് വ്യക്തമാക്കുന്നതാണ് അമിത് മാളവ്യയുടെ പുതിയ പ്രസ്താവന. രാഹുൽ ഗാന്ധി ക്യാമ്പ് റോബർട്ട് വദ്രയെ അമേഠിയിൽ അവഗണിച്ചുവെന്നാണ് മാളവ്യ പറയുന്നത്. വദ്ര അമേഠി സീറ്റ് ആഗ്രഹിച്ചിട്ടും ഉത്തർപ്രദേശിൽ തനിക്കുള്ള പോപ്പുലാരിറ്റി വ്യക്തമാക്കിയിട്ടും അമേഠിയിൽ വദ്രയെ രാഹുൽ ടീം പരിഗണിച്ചില്ല എന്നതാണ് അമിത് മാളവ്യ പറഞ്ഞത്. അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മ നാമനിർദ്ദേശ പത്രിക നൽകിയതിന് പിന്നാലെയാണ് ബി.ജെ.പി. ടീം കളം മാറ്റി ചവിട്ടിയത്. അതുവരെ ഗാന്ധി കുടുംബത്തിൻ്റെ കുടുംബവാഴ്ചയായിരുന്നു ബി.ജെ.പി. പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നത്. പ്രിയങ്കയും വദ്രയുമെല്ലാം രാഷ്ട്രീയത്തിൽ വരുമെന്നും തലമുറകളായുള്ള കുടുംബവാഴ്ച കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കുമെന്നുമെല്ലാം പറഞ്ഞവർ ഇപ്പോൾ വദ്രയെയും പ്രിയങ്കയെയും ഒഴിവാക്കി അവഗണിക്കുന്നേ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്ന കാഴ്ചകൾക്കാണ് രാഷ്ട്രീയ ഭാരതം സാക്ഷ്യം വഹിക്കുന്നത്. ഒപ്പം പ്രിയങ്കാ ഗാന്ധി ഉടൻ തന്നെ തൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തുമെന്നൊരു ഗൂഢാലോചനാ സിദ്ധാന്തവും ബി.ജെ.പിയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ബി.ജെ.പിക്കൊപ്പം പോയ പഴയ കോൺഗ്രസ്സുകാരും പലവിധ ഗൂഢാലോചനാ തിയറികളുമായി രംഗത്ത് വന്നതോടെ സൈബർ ഇടത്തിൽ പ്രിയങ്കയുടെ കലാപത്തിന് വലിയ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. എന്തായാലും കുടുംബവാഴ്ച മാറ്റിപ്പിടിച്ച് വീണിടം വിദ്യയാക്കി പുതിയ തന്ത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് പോലെ തുടക്കമിട്ടതോടെ ബി.ജെ.പി. ഐ.ടി. സെൽ ഏറ്റുപിടിച്ചിരിക്കുകയാണെന്നും പറയേണ്ടി വരും.